ഞാൻ ധാരാളം വലിയ വലിയ ഡോക്ടേഴ്സിൻ്റെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. വലിയ വലിയ രോഗങ്ങളായിരിക്കും അവർ ചികിത്സിക്കുന്നത്. ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ വളരെ വലിയ രോഗങ്ങൾ. നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം ഇപ്പോഴും വളരെ ശുദ്ധമാണ്. എന്നാൽ പുറം ലോകം അങ്ങനെയല്ല. മറ്റു സിറ്റികളിലുള്ള പ്രശ്നങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങോട്ടും വരാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ അവയെ ഇപ്പോൾ തന്നെ അകറ്റി നിർത്താൻ പഠിക്കണം. ഡൽഹി, ബോംബെ ഇങ്ങനെയുള്ള വലിയ നഗരങ്ങളിൽ 18, 20, 25 വയസ്സുള്ള കുട്ടികളാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഇതിനൊക്കെ എന്താണ് കാരണം? ഈ പ്രായത്തിൽ എന്താണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം? ഇതിന് ഡോക്ടേഴ്സ് ഒരൊറ്റ വാക്ക് മാത്രമാണ് മറുപടിയായി പറയാറുള്ളത്: സ്ട്രെസ്. സ്ട്രെസ്. അതുകൊണ്ട് ഒരു സെക്കൻഡെങ്കിലും അവനവനു വേണ്ടി മാറ്റിവെച്ച് ഉള്ളിലുള്ള മുറിവുകളെ ഉണക്കാൻ ശ്രമിക്കണം. മുറിവുകളെ അപ്പപ്പോൾ ഉണക്കണം. ഇനി നമുക്ക് ഒന്ന് കണ്ണുകൾ അടച്ചു വയ്ക്കാം. ആ വ്യക്തികളെ മുന്നിലേക്ക് കൊണ്ടുവരാം. അവരുടെ പല പെരുമാറ്റങ്ങൾ, അവരുടെ പഴയ പല പെരുമാറ്റങ്ങളും നമുക്ക് വളരെയധികം വിഷമങ്ങളുണ്ടാക്കിയിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയതല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ മുറിവിനെ ശരിക്ക് മരുന്ന് പുരട്ടി ശരിയായി ഉണക്കുന്നതുവരെ ആ കാര്യം അവസാനിക്കുന്നില്ല. അവരെ നിങ്ങളുടെ മനസ്സിൻ്റെ സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. സംഭവങ്ങളെ ഓർമ്മിക്കരുത്. വെറുതെ അവരെ മാത്രം നമ്മുടെ മുന്നിൽ കൊണ്ടുവരിക. അവരെ നോക്കിക്കൊണ്ട് പറയുക: കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഞാൻ ആ കാര്യത്തെ ഇന്ന് അവസാനിപ്പിക്കുന്നു. ആ സമയത്ത് താങ്കളുടെ മാനസിക സ്ഥിതി അങ്ങനെയായിരുന്നു. അങ്ങനെയൊക്കെ പെരുമാറാൻ നിങ്ങൾക്കും ചില കാരണങ്ങൾ ഉണ്ടാകും. ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. ഐ ഫൊർഗീവ് യു. ഞാൻ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് നൽകുന്നു. നിങ്ങൾ ഒരു ശക്തിശാലിയായ ആത്മാവാണ്. എൻ്റെയും നിങ്ങളുടെയും ബന്ധം വളരെ സ്ട്രോങ് ആണ്. ഐ അക്സെപ്റ്റ് യു, യു അക്സെപ്റ്റ് മീ. ഐ റെസ്പെക്റ്റ് യു, യു റെസ്പെക്റ്റ് മീ. നമ്മുടെ ഈ ബന്ധം വളരെ സ്ട്രോങ് ആണ്. ഈ സങ്കല്പങ്ങൾ അടുത്ത കുറച്ച് ദിവസവും ചെയ്തുകൊണ്ടിരിക്കണം. രാത്രി ഉറങ്ങുന്നതിന് മുൻപും രാവിലെ എഴുന്നേറ്റ ഉടനെയും ചെയ്യണം. വളരെ പഴയ ഒരു മുറിവാണ് ഇതെങ്കിൽ കുറച്ചധികം ദിവസങ്ങൾ ഈ വരികൾ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഇന്ന് അവസാനിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ഈ ബന്ധം വളരെ സ്ട്രോങ് ആണ്. നമ്മൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പഴയ റെക്കോർഡിംഗ് മാറാൻ തുടങ്ങും. നിങ്ങൾ തെറ്റ് ചെയ്തു. നിങ്ങൾ എന്നെ അപമാനിച്ചു. നമ്മുടെ ബന്ധം ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. എനിക്ക് നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. മാത്രമല്ല, നിങ്ങൾ എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കുകയുമില്ല. ഇങ്ങനെയുള്ള റെക്കോർഡിങ്ങുകൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന പല കാര്യങ്ങളും ഇതോടെ ചേഞ്ച് ആവാൻ തുടങ്ങും. സങ്കല്പങ്ങളുടെ റെക്കോർഡിങ്സിനെയാണ് നമ്മൾ ചേഞ്ച് ആക്കുന്നത്. ഇനി മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഡയറിയും പെന്നും എടുത്ത് എഴുതാൻ തുടങ്ങണം. എങ്ങനെയായാലും മനസ്സിലുണ്ടായിട്ടുള്ള മുറിവുകളെ നമ്മൾ ഉണക്കുക തന്നെ വേണം. ആദ്യം മറ്റുള്ളവരോട് ക്ഷമിക്കണം. അതിനുശേഷം മുൻപെപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനായി സ്വയത്തോടും ക്ഷമിക്കണം. വളരെ സ്നേഹത്തോടെ അവനവനോട് ക്ഷമിക്കുക. വി നീഡ് ടു ഫോർഗീവ് അവർസെൽസ് വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. പണ്ട് അങ്ങനെയൊക്കെ ചെയ്തു പോയി. അത് കഴിഞ്ഞ കാലമാണ്, പാസ്റ്റാണ്. വി ഹാവ് ഡൺ ഇറ്റ് ഇൻ ദി പാസ്റ്റ്. ഐ ലവ് മൈസെൽഫ്. ഐ റെസ്പെക്റ്റ് മൈസെൽഫ്. ഐ ഫോർഗീവ് മൈസെൽഫ്.
ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. മാത്രമല്ല, ഇന്നു മുതലുള്ള എൻ്റെ കർമ്മങ്ങളെല്ലാം വളരെ ഉയർന്നതായിരിക്കും, ശ്രേഷ്ഠമായിരിക്കും. സ്വന്തം തെറ്റുകളെയും മനസ്സിൽ പിടിച്ചു വയ്ക്കരുത്. അതും ശരീരത്തിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്തെ ഡോക്ടേഴ്സ് രോഗികളോട് ധാരാളം കാര്യങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഠിനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് വലിയ രോഗങ്ങളുമായി വരുന്ന ആളുകളോട് ഡോക്ടേഴ്സ് ചോദിക്കാറുള്ളത്. അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകളും ഉണ്ട് എന്നാണ് മറുപടി പറയാറുള്ളത്. കടുത്ത സാഹചര്യങ്ങൾ എന്നാൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ജോലി, ബിസിനസ് എന്നിവ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, വീട്ടിൽ മറ്റാരെങ്കിലും അസുഖങ്ങളായി ബുദ്ധിമുട്ടുക, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും മരിച്ചു പോകുക. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനായി നിങ്ങളുടെ വലതുകൈ ഒന്ന് നീട്ടിപ്പിടിക്കുക. ഈ രീതിയിലാണ് സാഹചര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇത് നമുക്ക് ക്ലിയറായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ പലതും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് ഒരിക്കലും അസുഖങ്ങൾ ഉണ്ടാകാറില്ല. ജീവിതത്തിൽ ഒരു സാഹചര്യം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ആർക്കും അസുഖങ്ങൾ ഉണ്ടാകില്ല. പിന്നെ എങ്ങനെയാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്? ആ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ഏത് രീതിയിലാണോ ചിന്തിച്ചത്, എത്രയധികം ചിന്തിച്ചു എന്നതൊക്കെ വളരെ പ്രധാനമാണ്. ഞാൻ ഇവിടെ മനസ്സിൽ ചിന്തിച്ച് നിറച്ചത് ഇവിടെ ഒരു ക്ലോട്ടായി മാറുന്നു. അതാണ് ഇവിടെ ബ്ലോക്കായി മാറുന്നത്. അതാണ് ഇവിടെ ട്യൂമറായി മാറുന്നത്. മനസ്സിൽ ഈ ഒരു ബ്ലോക്ക് ഉണ്ടായതിന് ശേഷം 2-3 വർഷങ്ങൾക്കുള്ളിൽ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷമാണ് ചികിത്സകളും സർജറിയുമൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. ബൈപ്പാസ് സർജറികളും ചെയ്യാറുണ്ട്. അപ്പോൾ ഡോക്ടർ ശരീരത്തിൽ നിന്ന് മാത്രമാണ് ആ ബ്ലോക്ക് നീക്കുന്നത്. മനസ്സിൽ നിന്നും ബ്ലോക്ക് ഇല്ലാതാക്കാൻ ഡോക്ടർമാർക്ക് കഴിയില്ല. ശരീരത്തിൽ നിന്നും ബ്ലോക്ക് ഇല്ലാതാക്കിയതിന് ശേഷം ഡിസ്ചാർജായി നമ്മൾ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് ഡോക്ടർ നമ്മളോട് ഒരു കാര്യം പറയാറുണ്ട്. നന്നായി ശ്രദ്ധിക്കണം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഡോക്ടർ പറയാറുള്ളത്? അല്ലെങ്കിൽ ഇത് വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടേഴ്സ് പറയാറുള്ളത്. അപ്പോഴും എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വരുന്നത് എന്നൊരു ചോദ്യം എല്ലാവരുടെയും മുന്നിൽ ഉയർന്നു നിൽക്കാറുണ്ട്. രോഗത്തെ നിങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞു. ആ ട്യൂമറിനെയും ബ്ലോക്കേജിനെയും നീക്കം ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും അതെന്തുകൊണ്ടാണ് വീണ്ടും ശരീരത്തിൽ ഉണ്ടാകുന്നത്? ഇന്നു മുതൽ നമ്മൾ ശരിയായ ഭക്ഷണം കഴിക്കുന്നു, കൃത്യസമയത്ത് ഉറങ്ങുന്നു, നന്നായി എക്സസൈസ് ചെയ്യുന്നു. എന്നിട്ടും അത് എന്തുകൊണ്ടാണ് വീണ്ടും വരുന്നത്? എന്തെന്നാൽ ബ്ലോക്കേജ് ആദ്യം ശരീരത്തിലല്ല ഉണ്ടായത്. ബ്ലോക്ക് ആദ്യം മനസ്സിലാണ് ക്രിയേറ്റ് ആയത്. ബ്ലോക്ക് ആദ്യം മനസ്സിലാണ് വന്നത്. ഇതൊരു പൈപ്പ് പോലെയാണ്. പൈപ്പിൻ്റെ മുകളിലുള്ള ഭാഗമാണ് ബ്ലോക്ക്ഡ് ആയിട്ടുള്ളത്. അതുകാരണം താഴെയും ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നു. താഴെയുള്ള ബ്ലോക്കാണ് ഒരു ഡോക്ടർ ഇല്ലാതാക്കുന്നത്. എന്നാൽ മുകളിലുള്ള ബ്ലോക്ക് ആ ഡോക്ടർക്ക് മാറ്റാൻ കഴിയുകയില്ല. വി നീഡ് ടു ട്രീറ്റ് ദാറ്റ് ബ്ലോക്ക്. മുകളിലുള്ള ബ്ലോക്ക് നമുക്ക് മാത്രമേ ശരിയാക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ആ ബ്ലോക്ക് ഇല്ലാതാക്കിയില്ലെങ്കിൽ പതുക്കെ ആ ബ്ലോക്ക് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ശരീരത്തിൽ വീണ്ടും എന്തെങ്കിലും പുതിയതായി ഉടലെടുക്കാൻ തുടങ്ങുന്നു. പല കാര്യങ്ങളും നമ്മൾ നോർമലായി കാണാറുണ്ട്. അവരങ്ങനെ പറഞ്ഞു, അപ്പോൾ എനിക്ക് മോശമായി തോന്നി. അവരങ്ങനെ ചെയ്തു, അപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മാനസികാവസ്ഥയെ മാത്രമല്ല, മനസ്സിൻ്റെ ആരോഗ്യത്തെയും ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും കൂടി ബാധിക്കുന്നുണ്ട്.
ഈ യുഗത്തിൽ നമ്മൾ ശരീരത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചോ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചോ അല്ല കൂടുതലായി സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ മനസ്സിലുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. മെൻ്റൽ ഇൽനെസ്സസ്. നിങ്ങളുടെ ഈ സിറ്റിയിൽ ഇതുവരെ ഡിപ്രഷൻ ആർക്കും വന്നിട്ടുണ്ടാവില്ല. അതോ കുറേശ്ശെയായി ആർക്കെങ്കിലും കണ്ടതായി തുടങ്ങിയിട്ടുണ്ടോ? ഇതുവരെയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പോൾ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോളിലാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്നത്തെ കാലത്ത് മാനസികമായ അസുഖങ്ങൾ മുതിർന്നവരിൽ മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. ഡിപ്രഷൻ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളിലാണ് കണ്ടുവരുന്നത്. എന്താണ് ഇതിനെല്ലാം കാരണം? നമ്മുടെ ചിന്താരീതികളാണ് ഇതിൻ്റെ പ്രധാന കാരണം. നമ്മൾ ചിന്തിക്കുന്ന രീതികൾ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ വളരെ ഭാരിച്ചതാക്കുന്നു. അങ്ങനെ അവരുടെ ഉള്ളിൽ പരിതസ്ഥിതികളെ നേരിടാനുള്ള ശക്തി തന്നെ കുറഞ്ഞു വരാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ആകെ നിരാശരായി ഭയപ്പെട്ട് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്നാണ് അവരിന്ന് പറയുന്നത്. Their inner power is depleted. അവരുടെ ആന്തരിക ശക്തിയാണ് കുറഞ്ഞു വരുന്നത്. നമ്മുടെ മാനസിക സ്ഥിതിയുടെ സ്വാധീനം നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ഉണ്ടാവുന്നത്. നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ കുട്ടികളുടെ മനസ്സിൻ്റെ സ്ഥിതിയെ കൂടി ബാധിക്കുന്നുണ്ട്. അതിനാൽ നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും ക്ലീനാക്കി വെക്കണം. മറ്റൊരു സംസ്കാരം കൂടി നമ്മുടെ മനസ്സിൽ കടുത്ത കറകൾ ഉണ്ടാക്കാറുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് ശരിയായ രീതിയിൽ ചിന്തിക്കാതിരിക്കുക. ഈ ശീലം നമ്മുടെ മനസ്സിൽ കടുത്ത കറകൾ ഉണ്ടാക്കും. മറ്റുള്ളവർ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ധാരാളം ദുർബലതകളും ഉണ്ട്. എന്നാൽ ആ ദുർബലതകളൊക്കെ എവിടെയാണ് ഉള്ളത്? അതെല്ലാം അവരുടേത് മാത്രമാണ്. ഇറ്റ് ഈസ് ഇൻ ദെം. അവരെക്കുറിച്ച് ചിന്തിച്ച് അവരിലുള്ള ആ ദുർബലതകൾ എവിടേക്കാണ് വരിക? ആ കറകൾ എവിടേക്ക് വരുന്നു? ഇവിടെ. നമ്മുടെ മനസ്സിലേക്കും ആ കറകൾ എത്തിച്ചേരുന്നു. ഉദാഹരണത്തിന് ഇവിടെ ഈ ടേബിളിൽ ഈ ചുവന്ന നിറത്തിലുള്ള പൂക്കൾ വെച്ചിട്ടുണ്ട്. താങ്കൾ ഇവിടെ കഴിഞ്ഞ 1.5 മണിക്കൂറായി ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ 1.5 മണിക്കൂറായി ഈ ചുവന്ന പൂക്കളും ഇവിടെയുണ്ട്. ആ പൂക്കൾ ഇവിടെ ഈ ടേബിളിലാണ് ഉള്ളത്, നമ്മുടെ മനസ്സിലല്ല. അല്ലല്ലോ? ഈ ടേബിളിലാണ് ഈ പൂക്കൾ ഉള്ളത്, ശരിയല്ലേ? എന്നാൽ ഇനി നമ്മൾ ഈ പൂക്കളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. ഈ പൂക്കൾ എന്തുകൊണ്ടാണ് ചുവന്ന നിറത്തിലായത്? ഇവർക്ക് വേറെ വല്ല കളറിലുള്ള പൂക്കളും വയ്ക്കാമായിരുന്നില്ലേ? ഇതെന്തിനാണ് ഇവിടെ ഇങ്ങനെ വെച്ചത്? മറ്റൊരു രീതിയിൽ വയ്ക്കാമായിരുന്നില്ലേ? കഴിഞ്ഞ 1.5 മണിക്കൂറായി ഈ പൂക്കൾ ഈ ടേബിളിലാണ് ഇരുന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഈ പൂക്കൾ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഇപ്പോൾ ഈ പൂക്കൾ ഇവിടെ നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഹോംവർക്ക് ചെയ്യാം. ഈ പൂക്കളെ ശരിയാക്കാൻ കഴിയുമെങ്കിൽ ശരിയാക്കാം. മറ്റൊരു രീതിയിൽ വയ്ക്കാനാവുമെങ്കിൽ അങ്ങനെ വയ്ക്കാം. കൺട്രോൾ ചെയ്യാനാവുമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഇതൊന്നും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ അതേക്കുറിച്ച് ഒരു റെക്കോർഡിങ്സും മനസ്സിൽ ഉണ്ടാകരുത്. ഒരു റെക്കോർഡിങ്സും ക്രിയേറ്റ് ചെയ്യരുത്. ഈ പൂക്കൾക്കായി മനസ്സിൽ ഒരു ബ്ലെസ്സിങ് മാത്രം ക്രിയേറ്റ് ചെയ്യാം. ഈ പൂക്കൾ വളരെ നല്ലതാണ്. പിന്നീട് അതേക്കുറിച്ച് ഒന്നും ചിന്തിക്കാതിരിക്കുക. മുന്നോട്ട് പോവുക. കാരണം ഈ പൂക്കൾ വളരെ നല്ലതാണ് എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സും നല്ലതാകുന്നു. നിങ്ങളുടെ നല്ല വൈബ്രേഷൻ നിങ്ങളുടെ ശരീരത്തിലേക്കും എത്തുന്നു, ഈ പൂക്കളിലേക്കും എത്തുന്നു. ഏതെല്ലാം ആളുകളെയാണോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത്
അവരെ ചേഞ്ച് ചെയ്യുക. ഒരുപാട് വർഷങ്ങളായി നമ്മൾ പരസ്പരം ചേഞ്ച് ചെയ്യാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? നമ്മൾ പരിശ്രമിക്കുന്നില്ലേ? നീ അങ്ങനെയാവണം, നിങ്ങൾ ശരിയാവണം എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരോടാണ് പറയുന്നത്. ഞാൻ ശരിയാണ്, പക്ഷേ ഇനി നിങ്ങളാണ് ശരിയാകേണ്ടത്. ഇവരൊന്ന് മാറിയാൽ മാത്രം എൻ്റെ വീട് സ്വർഗമാകും എന്നും ചിലർ പറയുന്നത് കേൾക്കാം. ഇവരുടെ ഈ ഒരൊറ്റ ശീലം മാറിയാൽ മാത്രം മതി, ഞങ്ങളുടെ വീട് സ്വർഗമായി മാറും. കേൾക്കുന്നവരെന്താണ് പറയുക? നിങ്ങളുടെ ചില ശീലങ്ങളും കൂടി മാറ്റാനുണ്ട്. അത് മാറ്റിയാലും വീട് സ്വർഗമാകുമല്ലോ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഈ ശീലത്തെ മാറ്റാത്തത്? നമുക്ക് മറ്റുള്ളവരുടെ ശീലങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. അവർ മാറിയാൽ നമ്മുടെ വീട് സ്വർഗമാവും. എന്നാൽ അവരുടെ ആ ശീലത്തെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ ചിന്തിച്ച് നമ്മൾ ഇവിടെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന കറകൾ കാരണം നമ്മുടെ ജീവിതം തന്നെ മാറുന്നു. നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങളും വ്യത്യസ്തമാണ്. പലരിലും പല ശീലങ്ങളും നമുക്ക് കാണാനാവും. നമ്മുടെ കയ്യിൽ ഈ ഫോൺ വന്നതു മുതൽ നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ കുറ്റങ്ങൾ മാത്രമല്ല കാണുന്നത്. ഫോണിലൂടെ നമ്മൾ മുഴുവൻ ലോകത്തെയും ആളുകൾ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയും അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിറച്ചു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടില്ലേ? മുഴുവൻ ലോകത്തിലെയും കുഴപ്പങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇനി നമ്മൾ ഈ ഫോണിനെ എന്താണ് ചെയ്യേണ്ടത്? ഇന്നു മുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനായി ആദ്യം ഈ ഫോണിനോടുള്ള നമ്മുടെ അഡിക്ഷനെയാണ് ഇല്ലാതാക്കേണ്ടത്. ഫോണിനോടുള്ള അഡിക്ഷൻ. നമ്മൾ ഫോൺ എത്ര സമയം ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ അതിലൂടെ എന്തെല്ലാമാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നും നോക്കണം. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇഫക്റ്റ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാറുള്ളത്. നമ്മൾ വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്നവയെല്ലാം നമ്മുടെ ചിന്തകളായി മാറുന്നുണ്ട്. അവ നമ്മുടെ ശരീരത്തിൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. നമ്മൾ എന്താണ് പറയുന്നത് എന്നതിൻ്റെ ഇഫക്റ്റ് മാത്രമല്ല നമ്മുടെ ശരീരത്തെ ബാധിക്കാറുള്ളത്. നമ്മൾ കാണുന്ന വീഡിയോയിൽ അവർ എന്താണോ പറയുന്നത് അതിൻ്റെ ഇഫക്റ്റാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. അതുപോലും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സംസ്കാരങ്ങൾ കാരണം നമ്മൾ അവനവന് അസുഖങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യവുമില്ല, അല്ലേ? ഇന്ന് മുതൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നു മുതൽ ടി വിയിൽ നിന്നും ഫോണിൽ നിന്നും നമ്മൾ എന്തെല്ലാമാണോ അബ്സോർബ് ചെയ്യുന്നത്, എത്ര സമയം അബ്സോർബ് ചെയ്യുന്നു എന്നൊക്കെ ശ്രദ്ധിക്കണം. മാത്രമല്ല, ടൈം പാസ് എന്ന രീതിയിൽ നമ്മൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് നോക്കാറില്ലേ? അത് ടൈം പാസ് അല്ല. ഇത് തന്നെയാണ് മുഴുവൻ സമൂഹത്തിലും മനസ്സിനും ശരീരത്തിനും അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമായി മാറിയിട്ടുള്ളത്. ഇതൊരു കളിപ്പാട്ടം പോലെ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ ഫോണിനോട് അത്രയധികം അഡിക്റ്റഡായി മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയണം, നിങ്ങളിൽ എത്ര പേർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെഡിയാണ്? എത്ര പേർ റെഡിയാണ് എന്നാണ് പറയേണ്ടത്. ആദ്യമായി ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കണം. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ തുടങ്ങണം. ഫോൺ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ ടൈം പാസിന് വേണ്ടിയല്ല. ഫോൺ നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു യന്ത്രമാണ്. ഒരിക്കലും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോസ് കാണരുത്. നമ്മൾ ഇങ്ങനെ വെറുതെ ടൈം പാസിന് വേണ്ടി സ്ക്രോൾ ചെയ്ത് കാണുന്ന ചെറിയ വീഡിയോസിലൂടെ അവർ പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവർ ധാരാളം പണം ഇതിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. അവർ വീഡിയോസ് ഉണ്ടാക്കും, നിങ്ങളത് കണ്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള വീഡിയോകൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് പണം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ പലതരത്തിലുള്ള വീഡിയോകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
നിങ്ങളത് കണ്ടുകൊണ്ടും ഇരിക്കും. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുന്ന പണം കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ ആ വീഡിയോയിൽ അഡിക്റ്റഡ് ആവുന്നു. അവർ പണമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഫലങ്ങൾ നമ്മുടെ ഭാഗ്യത്തിനെയാണ് ബാധിക്കുന്നത്. പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള വളരെ നല്ല ഒരു സമയമാണിത്. നമ്മൾ നമ്മുടെ തന്നെ ഒരു പുതിയ ഭാവം ഉണ്ടാക്കിയെടുക്കണം. ഹാപ്പി ന്യൂ യു. ഇതിനായി പുതിയ ഒരു മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഫോണിലൂടെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെ താഴേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള വീഡിയോകളോ പാട്ടുകളോ സിനിമകളോ ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്യില്ല എന്ന് സ്വയം ഉറപ്പിക്കണം. മനസ്സിൻ്റെ സ്ഥിതിയെ ഡൗൺ ആക്കുന്ന ഒന്നും ഇതിലൂടെ കാണില്ല എന്ന് തീരുമാനിക്കണം. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, അസൂയ, വിദ്വേഷം, വെറുപ്പ് അങ്ങനെയുള്ള ഏതെങ്കിലും വാക്കുകൾ പോലും ആരെയെങ്കിലും കുറിച്ച് പറയുന്ന ഒരു വീഡിയോയും നമ്മൾ കാണുകയില്ല. അതിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയുമില്ല. ഇതൊന്നും വെറുതെ സമയം കളയാനുള്ള കാര്യങ്ങളല്ല, ടൈം പാസ് അല്ല. നമ്മൾ ഇതൊക്കെ കാണാറുണ്ട്. കണ്ടതിന് ശേഷം ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം അതിലൂടെ നമ്മുടെ സ്പേസ് പോവും. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാറുണ്ട്. കാരണം അത് അതുപോലെ തന്നെ വെച്ചാൽ ഫോണിൻ്റെ മെമ്മറിയെയാണ് അത് ഇല്ലാതാക്കുക. പക്ഷേ നമുക്കത് നമ്മുടെ ഫോണിൽ നിന്നും മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. മനസ്സിനകത്തേക്ക് ആ വീഡിയോ പ്രവേശിച്ചു കഴിഞ്ഞു. ശരീരത്തിനകത്തേക്കും അതിൻ്റെ ഫലങ്ങൾ ബാധിക്കാൻ തുടങ്ങി. ഇതെല്ലാം അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഫോണിൽ ഡിലീറ്റ് ചെയ്തു, അതുകൊണ്ട് അതൊരിക്കലും ഡിലീറ്റ് ആവുന്നില്ല. ഇത്തരം വീഡിയോകൾ കാണുന്നതിന് മുൻപ് തന്നെ അവയെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. കാണാതെ തന്നെ നമ്മളത് ഡിലീറ്റ് ചെയ്യണം. നിങ്ങളുടെ വാട്സാപ്പിൽ ഇതുപോലെയുള്ള വീഡിയോസും മെസ്സേജസും വരുമ്പോൾ നമ്മൾ അത് കാണുന്നതിന് മുൻപ് തന്നെ ഡിലീറ്റ് ചെയ്താൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവരത് നമുക്ക് അയക്കുന്നതും നിർത്തും. എന്നാൽ ഇതിന് പകരം നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് കണ്ടു എന്നവർ മനസ്സിലാക്കിയാൽ പിന്നെ രാവിലെ പുതിയ വീഡിയോ വീണ്ടും അയക്കും. ദിവസവും രാവിലെ തന്നെ അങ്ങനെയുള്ള വീഡിയോകൾ എത്താൻ തുടങ്ങും. രാവിലെ തന്നെ വീഡിയോ കണ്ടോളൂ എന്ന മട്ടിൽ അവ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് വരും. നിങ്ങൾ സ്വന്തം കർമ്മങ്ങളിലാണ് അറ്റൻഷൻ വെക്കേണ്ടത്. ഇങ്ങനെയുള്ള മെസ്സേജസ് കാണരുത് എന്ന് മാത്രമല്ല, അവ ഫോർവേഡ് ചെയ്യാനും പാടില്ല. മറ്റുള്ളവരുടെ മനസ്സിലും ശരീരത്തിനും അസുഖങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് നമ്മൾ ഫോർവേഡ് ചെയ്യാനേ പാടില്ല. അനാവശ്യമായ മെസ്സേജസുകളും വീഡിയോകളും ആർക്കും ഫോർവേഡ് ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞ നമുക്കെടുക്കാൻ കഴിയുമോ? നമ്മൾ ഫോർവേഡ് ചെയ്യാതിരിക്കുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടാക്കുന്നവർ അതുണ്ടാക്കുന്നത് നിർത്തും. നമ്മൾ കാണുന്ന എല്ലാ വീഡിയോസും നമ്മൾ അബ്സോർബ് ചെയ്യുക മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് ഫോർവേഡും ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഒരു ചീഞ്ഞ ആപ്പിൾ ഉണ്ട് എന്ന് കരുതുക. നമ്മൾ അതെടുത്ത് അതിൻ്റെ പകുതി ഭാഗം കഴിക്കുന്നു. ഇനി അടുത്ത പകുതി എന്തു ചെയ്യണമെന്ന് ആലോചിക്കുന്നു. കളയണ്ട, മറ്റാർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് വേറെ ആർക്കെങ്കിലും അത് കൊടുക്കുമോ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? ഇല്ല, അല്ലേ? ചീഞ്ഞ ആപ്പിളാണ്, പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്നും എടുത്തു കളയണം. സ്വയം കഴിക്കരുത്, മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കാനും പാടില്ല. അങ്ങനെ ആകുമ്പോൾ അപ്പോൾ മാത്രമേ ആപ്പിൾ വിൽക്കുന്നയാൾ നാളെ നിങ്ങൾക്ക് നല്ല ആപ്പിൾ തന്നെ നോക്കി തരികയുള്ളൂ. എന്ത് ചെയ്യാം, സമയമുണ്ട്, സമയം പോകുന്നില്ല, എന്തെങ്കിലും ചെയ്യണ്ടേ, ഇതൊക്കെ വെറും ഒരു ടൈം പാസ് അല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒന്നും ചെയ്യരുത്. വെറും 40 ദിവസത്തേക്ക് ഇതൊരു ശീലമാക്കി മാറ്റി നോക്കൂ. പുതിയ വർഷത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയൊരു മാറ്റവും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഉറപ്പോടെ 40 ദിവസം ഇത് ചെയ്യാൻ നിങ്ങളിൽ ആരെല്ലാം റെഡിയാണ്? നിങ്ങളുടെ ചിന്താഗതികൾ തന്നെ ഇതോടെ
മാറുന്നതായി കാണാം. നമ്മുടെ മനസ്സിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മളിപ്പോഴും വളരെ ശക്തിശാലികൾ തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നിറച്ച് നമ്മൾ നമ്മുടെ ചിന്തിക്കുന്ന രീതികളെ ദുർബലമാക്കി മാറ്റാൻ തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം നമ്മൾ ദേഷ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. രണ്ടാമതായി പഴയ കാര്യങ്ങളെ മനസ്സിൽ നിന്നും മാറ്റുന്നത് എങ്ങനെയാണെന്നും മനസ്സിലാക്കി. മാപ്പ് നൽകുക. മൂന്നാമതായി മറ്റുള്ളവരുടെ ദുർബലതകളെയും ബലഹീനതകളെയും കാണുകയും അവയെ നമ്മുടെ മനസ്സിൽ വയ്ക്കുകയും ചെയ്യരുത്. ഇനി പറയൂ, ഈ പൂക്കൾ എങ്ങനെയുള്ളതാണ്? അവരോ? അവരെങ്ങനെയുള്ളവരാണ്? ഇനി അവരെക്കുറിച്ച് പറയൂ. അവരെങ്ങനെയുള്ളവരാണ്? പറയൂ. അവരെക്കുറിച്ചും പറയൂ. അവർ വളരെ നല്ലവരാണ്. ആരെയെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്തോളൂ. കുറേ കാലമായി നമ്മൾ അതിനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനും കഴിഞ്ഞിട്ടില്ല. അവർക്ക് ചേഞ്ച് ആവാനുള്ള ശക്തി ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ശക്തി നൽകുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം അവർക്കായി വളരെ നല്ല സുന്ദരമായ ചിന്തകൾ സൃഷ്ടിക്കുക എന്നതാണ്. നാലാമതായി, നമുക്ക് ഭാവിയെക്കുറിച്ച് ധാരാളം ആശങ്കകളുണ്ട്. വരാൻ പോകുന്ന കാലങ്ങളെക്കുറിച്ച് ആരെല്ലാമാണ് ആശങ്കപ്പെടാറുള്ളത്? ഇനി എന്താകും? എൻ്റെ കുട്ടികളുടെ ഭാവി എന്താവും? നാളെ എന്താവും? അടുത്ത വർഷം എങ്ങനെയായിരിക്കും? അതേക്കുറിച്ചെല്ലാം ടെൻഷനുകൾ ഉണ്ടാകാറുണ്ട്. അതിനോടൊപ്പം തന്നെ ടെൻഷൻ ഉണ്ടാവുന്നത് വളരെ നോർമലാണ് എന്നും നമ്മൾ പറയാറുണ്ട്. ചിന്തയ്ക്ക് സമാനമാണ്. ഇങ്ങനെയൊരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടില്ലേ? ചിന്ത ചിന്തയെ പോലെയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു കാര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം അത് വീണ്ടും വീണ്ടും മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. നമ്മൾ ആശങ്ക നിറഞ്ഞ ചിന്തകളെ മാറ്റിവെച്ച് നമുക്ക് ചുറ്റുമുള്ളവർക്ക് കരുതൽ നൽകുകയാണ് വേണ്ടത്. ഇനി ആശങ്കകൾ നൽകുന്ന ചിന്തകളെ നിങ്ങളൊന്ന് മാറ്റണം, ഒന്ന് പരിവർത്തനപ്പെടുത്തണം. എൻ്റെ കുട്ടികളുടെ കാര്യം എന്താവും? ഈ സങ്കല്പത്തെ നിങ്ങൾ പരിവർത്തനപ്പെടുത്തും. ചേഞ്ച് ദിസ് തോട്ട്. എൻ്റെ കുട്ടികളുടെ ഭാവി എന്താകും എന്ന ഈ ഒരു സങ്കല്പത്തെ ആശങ്കയിൽ നിന്നും ശക്തി നിറഞ്ഞതാക്കി മാറ്റണം. ടെൻഷനിൽ നിന്നും ശക്തി നിറഞ്ഞതാക്കി മാറ്റണം. ഉറക്കെ പറയണം. നിങ്ങൾ ഉറക്കെ പറയുന്നത് കേട്ടാൽ മറ്റുള്ളവരും അത് തന്നെ പറയാൻ തുടങ്ങും. എൻ്റെ മക്കൾക്ക് നല്ലതേ സംഭവിക്കൂ. ഇത് വളരെ നല്ലൊരു സങ്കല്പമാണ്. പക്ഷേ നമ്മൾ കാഷ്വലായി പറയുന്നത് പോലെയാണ് ഇത്. കുറച്ചുകൂടി ഹയ്യറായി ചിന്തിക്കണം. ഇപ്പോൾ പറഞ്ഞത് വളരെ നല്ല ചിന്തയാണ്. ഇതിലും ഹയ്യറായി പറയണം. എൻ്റെ മക്കളുടെ ഭാവി വളരെ സുന്ദരമാണ്. ഇറ്റ്സ് എ തോട്ട്. ഇതൊരു സങ്കല്പമാണ്. ആദ്യത്തെ സങ്കല്പം എൻ്റെ കുട്ടികളുടെ കാര്യം എന്താവും ഇങ്ങനെയായിരുന്നു. നമ്മൾ ആ സങ്കല്പത്തെ പരിവർത്തനം ചെയ്തു. എൻ്റെ മക്കളുടെ ഭാവി വളരെ സുന്ദരമാണ് എന്നാക്കി മാറ്റി. രണ്ടും വെറും ചിന്തകൾ മാത്രമാണ്. ഇത് രണ്ടും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. ഏത് തരത്തിലുള്ള ചിന്തകളാണോ നമ്മൾ സൃഷ്ടിക്കുകയും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്, അപ്പോൾ പ്രപഞ്ചത്തിലെ മറ്റൊരു നിയമം പ്രാവർത്തികമാവുകയാണ് ചെയ്യുന്നത്. അതാണ് സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നു അഥവാ തോട്ട്സ് ക്രിയേറ്റ് റിയാലിറ്റി. സങ്കൽപ് സെ സിദ്ധി എന്ന നിയമം. നിങ്ങൾ ഏത് സമയവും എന്താവും, എങ്ങനെയാവും, എന്താവും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ എനർജി തന്നെ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒപ്പം ഇതേ എനർജി തന്നെ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അവരിലേക്കും എത്തും. ഇവരുടെ കാര്യം എന്താകുമോ എന്ന എനർജിയാണ് കുട്ടികളിലേക്ക് എത്തുക. ഏറ്റവും നല്ലതല്ലാത്ത ഒന്നും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക?
എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒന്ന് പറയും. ഏറ്റവും നല്ലതല്ലാത്ത ഒന്നും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയേയില്ല. ഇവരുടെ ഭാവി വളരെ ശ്രേഷ്ഠമാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ സൃഷ്ടിക്കുമ്പോൾ ഈ സങ്കല്പങ്ങൾ വെറും സങ്കല്പങ്ങളല്ല. അവർക്കിത് അനുഗ്രഹങ്ങളായി മാറുകയാണ് ചെയ്യുക. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഈ അനുഗ്രഹങ്ങൾ ഇമ്പോസിബിളായ കാര്യങ്ങളെപ്പോലും പോസിബിളാക്കി മാറ്റും. എന്നാൽ ഇതിനു പകരം എന്താവുമോ എന്തോ, എന്തു പറ്റും, എന്ത് സംഭവിക്കും, എന്താവും എന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ പോലും അവർക്കത് വളരെ വലുതായി അനുഭവപ്പെടാൻ തുടങ്ങും. കാരണം നമ്മൾ ഇത് തന്നെ ചിന്തിച്ച് നമ്മുടെ ശക്തികൾ മാത്രമല്ല അവരുടെ ഉള്ളിലെ ശക്തികളെ കൂടി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ടാകും.